ഓഗസ്റ്റ് 15 സ്വാതന്ത്ര്യദിനവുമായി ബന്ധപ്പെട്ട് സ്കൂളുകളിൽ ചോദിക്കുന്ന ക്വിസ് മത്സരങ്ങൾക്ക് ഏറ്റവും ഉറപ്പായ 101 ചോദ്യങ്ങളാണ് ഈ വീഡിയോയിൽ ഡിസ്കസ് ചെയ്യുന്നത്. ഈ വീഡിയോ മുഴുവനായി കണ്ട് ഈ ചോദ്യങ്ങളെല്ലാം തന്നെ പഠിക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് ഏതൊരു ക്വിസ് മത്സരത്തിനും വളരെ നല്ലൊരു വിജയം നേടാൻ സാധിക്കും. അതേപോലെ തന്നെ ഈ വീഡിയോയുടെ അവസാനം ഒരു ബോണസ് ക്വസ്റ്റ്യനും നിങ്ങൾക്കായി കരുതിയിട്ടുണ്ട്. ബോണസ് ക്വസ്റ്റ്യന് നിങ്ങളുടെ ഉത്തരവും നിങ്ങളുടെ പേരും കമൻ്റായി തന്നെ ഇടുക. അടുത്ത വീഡിയോയിൽ വിജയികളെ പ്രഖ്യാപിക്കുന്നതായിരിക്കും. നിങ്ങൾ ആദ്യമായിട്ടാണ് ഈ ചാനൽ കാണുന്നതെങ്കിൽ കൂടുതൽ സ്വാതന്ത്ര്യദിന ക്വിസുകൾക്കും മറ്റു ക്വിസുകൾക്കുമായി ചാനൽ സബ്സ്ക്രൈബും ചെയ്യുക. അപ്പോൾ നമുക്ക് സമയം കളയാതെ വീഡിയോയിലോട്ട് പോവാം. ഇന്ത്യക്ക് സ്വാതന്ത്ര്യം ലഭിച്ചതെന്ന്? ഉത്തരം 1947 ഓഗസ്റ്റ് 15. ഇന്ത്യ റിപ്പബ്ലിക് ആയതെന്ന്? ഉത്തരം 1950 ജനുവരി 26. ഇന്ത്യയിൽ ബ്രിട്ടീഷ് ഭരണത്തിന് അടിത്തറ പാകിയ യുദ്ധമേത്? ഉത്തരം പ്ലാസി യുദ്ധം. പ്ലാസി യുദ്ധം നടന്നതെന്ന്? ഉത്തരം 1757. പ്ലാസി യുദ്ധം ആരൊക്കെ തമ്മിലായിരുന്നു? ഉത്തരം റോബർട്ട് ക്ലൈവും സിറാജ് ഉദ് ദൗളയും. ഒന്നാം സ്വാതന്ത്ര്യ സമരം നടന്നതെന്ന്? ഉത്തരം 1857 മെയ് 10. ഒന്നാം സ്വാതന്ത്ര്യ സമരം പൊട്ടിപ്പുറപ്പെട്ടത് എവിടെ? ഉത്തരം ഉത്തർപ്രദേശിലെ മീററ്റ്. ഒന്നാം സ്വാതന്ത്ര്യ സമരത്തിലെ ആദ്യ രക്തസാക്ഷി ആര്? ഉത്തരം മംഗൽ പാണ്ഡെ. ഒന്നാം സ്വാതന്ത്ര്യ സമരത്തിലെ ആദ്യ വനിതാ രക്തസാക്ഷി ആര്? ഉത്തരം പ്രീതി ലതാ വാദേജര. ഒന്നാം സ്വാതന്ത്ര്യ സമരത്തിന് ഝാൻസിയിൽ നേതൃത്വം നൽകിയത് ആര്? ഉത്തരം ഝാൻസി റാണി അല്ലെങ്കിൽ റാണി ലക്ഷ്മി ബായി. മഹാത്മാഗാന്ധി ജനിച്ചതെന്ന്? ഉത്തരം 1869 ഒക്ടോബർ 2. ഗാന്ധിജിയുടെ രാഷ്ട്രീയ പരീക്ഷണശാല എന്നറിയപ്പെടുന്ന രാജ്യമേത്? ഉത്തരം ദക്ഷിണാഫ്രിക്ക. ഇന്ത്യയുടെ ആദ്യത്തെ പ്രധാനമന്ത്രി ആര്? ഉത്തരം ജവഹർലാൽ നെഹ്റു. ഇന്ത്യൻ ഭരണഘടനയുടെ ശില്പി എന്നറിയപ്പെടുന്നത് ആര്? ഉത്തരം ഡോക്ടർ BR അംബേദ്കർ. ബംഗാൾ വിഭജനം നടന്നതെന്ന്? ഉത്തരം 1905. 1857 ഒന്നാം സ്വാതന്ത്ര്യ സമരത്തെ ബ്രിട്ടീഷുകാർ വിളിച്ച പേര്? ഉത്തരം ശിപായി ലഹള. ഒന്നാം സ്വാതന്ത്ര്യ സമരത്തിലെ ഏറ്റവും പ്രായം കുറഞ്ഞ രക്തസാക്ഷി? ഉത്തരം ഖുദിറാം ബോസ്. ദേശീയ പതാകയുടെ അനുപാതം എത്ര? ഉത്തരം 3:2. ഇംഗ്ലീഷ് ഈസ്റ്റ് ഇന്ത്യ കമ്പനി സ്ഥാപിക്കപ്പെട്ട വർഷം? ഉത്തരം 1600. ഇന്ത്യ എത്ര വർഷം ബ്രിട്ടീഷ് ഭരണത്തിന് കീഴിലായിരുന്നു? ഉത്തരം 200 വർഷം. ആറ്റിങ്ങൽ കലാപം നടന്നതെന്ന്? ഉത്തരം 1721 ഏപ്രിൽ 15. ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് സ്ഥാപിച്ചതെന്ന്? ഉത്തരം 1885 ഡിസംബർ 28. ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന്റെ സ്ഥാപകൻ ആര്? ഉത്തരം A.O. ഹ്യൂം. ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന്റെ അധ്യക്ഷനായ മലയാളി ആര്? ഉത്തരം C. ശങ്കരൻ നായർ. ഗാന്ധിജിയുടെ രാഷ്ട്രീയ ഗുരു ആരാണ്? ഉത്തരം ഗോപാലകൃഷ്ണ ഗോഖലെ. സ്വാതന്ത്ര്യം എൻ്റെ ജന്മാവകാശമാണ്, ഞാൻ അത് നേടുക തന്നെ ചെയ്യും. ആരുടേതാണ് ഈ വാക്കുകൾ? ഉത്തരം ബാലഗംഗാധര തിലക്. ക്വിറ്റ് ഇന്ത്യ പ്രമേയം തയ്യാറാക്കിയത് ആരാണ്? ഉത്തരം ജവഹർലാൽ നെഹ്റു. ജാലിയൻ വാലാബാഗ് കൂട്ടക്കൊല നടന്ന വർഷം? ഉത്തരം 1919 ഏപ്രിൽ 13.
ജാലിയൻ വാലാബാഗ് കൂട്ടക്കൊലയ്ക്ക് നേതൃത്വം നൽകിയ ബ്രിട്ടീഷ് പട്ടാള ജനറൽ ആര്? ഉത്തരം ജനറൽ ഡയർ. ജനറൽ ഡയറിനെ വെടിവെച്ചു കൊന്ന ഇന്ത്യക്കാരൻ ആര്? ഉത്തരം ഉദ്ധം സിംഗ്. ഗാന്ധിജി ചരിത്രപ്രസിദ്ധമായ ദണ്ഡി മാർച്ച് ആരംഭിച്ചതെന്ന്? ഉത്തരം 1930 മാർച്ച് 12. ഗാന്ധിജി ദണ്ഡി യാത്ര നടത്തിയത് തൻ്റെ എത്രാമത്തെ വയസ്സിലായിരുന്നു? ഉത്തരം 61. ദണ്ഡി മാർച്ച് ആരംഭിച്ചത് എവിടെ നിന്ന്? ഉത്തരം സബർമതി ആശ്രമത്തിൽ നിന്ന്. ഗാന്ധി ഇർവിൻ ഉടമ്പടി നടന്ന വർഷം? ഉത്തരം 1931. ഗാന്ധിജി അധ്യക്ഷനായ ഒരേ ഒരു കോൺഗ്രസ് സമ്മേളനം ഏത്? ഉത്തരം 1924 ബെൽഗാം സമ്മേളനം. ലാൽ ബാൽ പാൽ എന്നറിയപ്പെടുന്നത് ആരൊക്കെ? ഉത്തരം ലാലാ ലജ്പത് റായ്, ബാലഗംഗാധര തിലക്, ബിപിൻ ചന്ദ്രപാൽ. കേരള ഗാന്ധി എന്നറിയപ്പെടുന്നത് ആര്? ഉത്തരം കെ കേളപ്പൻ. ഗാന്ധിജിയുടെ ഇടപെടൽ മൂലം വധശിക്ഷയിൽ നിന്ന് മോചിതനായ മലയാളി ആര്? ഉത്തരം KPR ഗോപാലൻ. മഹാത്മാഗാന്ധിയുടെ ആത്മകഥയുടെ പേരെന്ത്? ഉത്തരം എൻ്റെ സത്യാന്വേഷണ പരീക്ഷണങ്ങൾ. ഗാന്ധിജിയുടെ ആത്മകഥയിൽ പരാമർശിച്ചിട്ടുള്ള ഏക മലയാളി ആര്? ഉത്തരം ബാരിസ്റ്റർ GP പിള്ള. ക്വിറ്റ് ഇന്ത്യ സമരം നടന്നതെന്ന്? ഉത്തരം 1942 ഓഗസ്റ്റ് 9. പാകിസ്ഥാന് രാഷ്ട്രപിതാവ് എന്നറിയപ്പെടുന്നത് ആര്? മുഹമ്മദ് അലി ജിന്ന. ക്വിറ്റ് ഇന്ത്യ സമര നായിക എന്നറിയപ്പെടുന്നത് ആര്? ഉത്തരം അരുണ ആസിഫ് അലി. ക്വിറ്റ് ഇന്ത്യ സമര നായകൻ എന്നറിയപ്പെടുന്നത് ആര്? ഉത്തരം ജയപ്രകാശ് നാരായൺ. ദേശീയ യുവജന ദിനമായി ആചരിക്കുന്നത് ആരുടെ ജന്മദിനമാണ്? ഉത്തരം സ്വാമി വിവേകാനന്ദൻ. ഗാന്ധിജി എത്ര തവണ കേരളം സന്ദർശിച്ചിട്ടുണ്ട്? ഉത്തരം 5 തവണ. സ്വാതന്ത്ര്യദിനത്തിൽ പ്രധാനമന്ത്രി പതാക ഉയർത്തുന്നത് എവിടെ നിന്ന്? ഉത്തരം ചെങ്കോട്ടയിൽ നിന്ന്. ക്വിറ്റ് ഇന്ത്യ, സൈമൺ ഗോ ബാക്ക് എന്നീ മുദ്രാവാക്യങ്ങളുടെ ഉപജ്ഞാതാവ് ആര്? ഉത്തരം യൂസഫ് മെഹർ അലി. ഇന്ത്യക്ക് സ്വാതന്ത്ര്യം ലഭിക്കുമ്പോൾ ആരായിരുന്നു ബ്രിട്ടീഷ് പ്രധാനമന്ത്രി? ഉത്തരം ക്ലെമന്റ് ആറ്റ്ലി. ഇന്ത്യക്ക് സ്വാതന്ത്ര്യം ലഭിക്കുമ്പോൾ ആരായിരുന്നു കോൺഗ്രസ് പ്രസിഡന്റ്? ഉത്തരം JB കൃപലാനി. ഗാന്ധിജി വധിക്കപ്പെട്ടതെന്ന്? ഉത്തരം 1948 ജനുവരി 30. ഗാന്ധിജിയെ വെടിവെച്ച് കൊന്നത് ആര്? ഉത്തരം നാഥുറാം വിനായക് ഗോഡ്സെ. ഗാന്ധിജിയുടെ അവസാന വാക്കുകൾ എന്തായിരുന്നു? ഉത്തരം ഹേ റാം. സ്വതന്ത്ര ഇന്ത്യയിൽ ഗാന്ധിജി എത്ര ദിവസമാണ് ജീവിച്ചത്? ഉത്തരം 168 ദിവസം. ഇൻക്വിലാബ് സിന്ദാബാദ് എന്ന മുദ്രാവാക്യം ആദ്യമായി മുഴക്കിയതാര്? ഉത്തരം ഭഗത് സിംഗ്. ഇന്ത്യയുടെ ദേശീയ ഗാനമേത്? ഉത്തരം ജനഗണമന. ഇന്ത്യയുടെ ദേശീയ ഗാനം രചിച്ചത് ആര്? ഉത്തരം രവീന്ദ്രനാഥ ടാഗോർ. ജനഗണമന ആലപിക്കാനെടുക്കുന്ന സമയം എത്ര? ഉത്തരം 52 സെക്കൻഡ്. ഇന്ത്യയുടെ ദേശീയ ഗീതമേത്? ഉത്തരം വന്ദേ മാതരം. ഇന്ത്യയുടെ ദേശീയ ഗീതം രചിച്ചത് ആര്? ഉത്തരം ബങ്കിം ചന്ദ്ര ചാറ്റർജി. മലബാർ കലാപം നടന്ന വർഷം? ഉത്തരം 1921. ജാലിയൻ വാലാബാഗ് കൂട്ടക്കൊലയിൽ പ്രതിഷേധിച്ച് ഗാന്ധിജി തിരികെ നൽകിയ ബഹുമതി? ഉത്തരം കൈസർ ഹിന്ദ്. ജാലിയൻ വാലാബാഗ് കൂട്ടക്കൊലയിൽ പ്രതിഷേധിച്ച്
സർ പദവി ഉപേക്ഷിച്ചതാര്? ഉത്തരം രവീന്ദ്രനാഥ ടാഗോർ. ബംഗാൾ വിഭജനം നടത്തിയ വൈസ്രോയ് ആര്? ഉത്തരം കഴ്സൺ പ്രഭു. ഭഗത് സിംഗ്, രാജ്ഗുരു, സുഖ്ദേവ് എന്നിവരെ ബ്രിട്ടീഷ് ഭരണകൂടം തൂക്കിലേറ്റിയതെന്ന്? ഉത്തരം 1931 മാർച്ച് 23. ഇന്ത്യയുടെ ദേശീയ പതാക രൂപകൽപ്പന ചെയ്തതാര്? ഉത്തരം പിംഗലി വെങ്കയ്യ. ഇന്ത്യൻ അരാജകത്വത്തിൻ്റെ പിതാവ് എന്നറിയപ്പെടുന്നതാര്? ഉത്തരം ബാലഗംഗാധര തിലക്. ബ്രിട്ടീഷ് ഇന്ത്യയിലെ ബാബർ എന്നറിയപ്പെടുന്നതാര്? ഉത്തരം റോബർട്ട് ക്ലൈവ്. വാഗൻ ട്രാജഡി നടന്ന വർഷം? ഉത്തരം 1921 നവംബർ 10. വാഗൻ ട്രാജഡി ദുരന്തം നടന്ന റെയിൽവേ ലൈൻ ഏത്? ഉത്തരം തിരൂർ താനൂർ. ഗാന്ധിജിയുടെ ദണ്ഡി യാത്രയെ ചായക്കോപ്പയിലെ കൊടുങ്കാറ്റ് എന്ന് വിശേഷിപ്പിച്ചതാര്? ഉത്തരം ഇർവിൻ പ്രഭു. ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന് ആ പേര് നിർദ്ദേശിച്ചത് ആര്? ഉത്തരം ദാദാഭായ് നവറോജി. നിങ്ങൾ എനിക്ക് രക്തം തരൂ, ഞാൻ നിങ്ങൾക്ക് സ്വാതന്ത്ര്യം തരാം. ഈ വാക്കുകൾ ആരുടേതാണ്? ഉത്തരം സുഭാഷ് ചന്ദ്രബോസ്. ഇന്ത്യക്ക് സ്വാതന്ത്ര്യം ലഭിക്കുന്ന സമയത്തെ വൈസ്രോയ്? ഉത്തരം മൗണ്ട് ബാറ്റൻ പ്രഭു. കുണ്ടറ വിളംബരം പ്രഖ്യാപിച്ചത് ആരാണ്? ഉത്തരം വേലുത്തമ്പി ദളവ. ഇന്ത്യയിലെ തദ്ദേശ സ്വയംഭരണത്തിൻ്റെ പിതാവ് എന്നറിയപ്പെടുന്നത് ആര്? ഉത്തരം റിപ്പൺ പ്രഭു. ഇന്ത്യ പാകിസ്ഥാൻ അതിർത്തി രേഖ അറിയപ്പെടുന്നത്? ഉത്തരം റാഡിക്ലിഫ് രേഖ. ചൗരി ചൗര സംഭവം നടന്ന വർഷമേത്? ഉത്തരം 1922 ഫെബ്രുവരി 5. ജാലിയൻ വാലാബാഗ് കൂട്ടക്കൊലയെക്കുറിച്ച് അന്വേഷിച്ച കമ്മീഷൻ? ഉത്തരം ഹണ്ടർ കമ്മീഷൻ. ജയ് ഹിന്ദ് എന്ന മുദ്രാവാക്യം ആദ്യം മുഴക്കിയ നേതാവ് ആര്? ഉത്തരം സുഭാഷ് ചന്ദ്രബോസ്. ജവഹർലാൽ നെഹ്റുവിനെ ഋതുരാജൻ എന്ന് വിശേഷിപ്പിച്ചത് ആര്? ഉത്തരം രവീന്ദ്രനാഥ ടാഗോർ. വട്ടമേശ സമ്മേളനങ്ങൾ നടന്നത് എവിടെയാണ്? ഉത്തരം ലണ്ടനിൽ. ഗാന്ധിജി പങ്കെടുത്ത ഒരേയൊരു വട്ടമേശ സമ്മേളനം ഏത്? രണ്ടാം വട്ടമേശ സമ്മേളനം. 3 വട്ടമേശ സമ്മേളനങ്ങളിലും പങ്കെടുത്ത നേതാവ് ആര്? ഉത്തരം ഡോക്ടർ BR അംബേദ്കർ. പ്രവർത്തിക്കുക അല്ലെങ്കിൽ മരിക്കുക എന്ന ഗാന്ധിജിയുടെ മുദ്രാവാക്യം ഏത് സമരത്തിലായിരുന്നു? ഉത്തരം ക്വിറ്റ് ഇന്ത്യ സമരം. നാഷണൽ ഹൊറാൾഡ് എന്ന പത്രം സ്ഥാപിച്ചത് ആര്? ഉത്തരം ജവഹർലാൽ നെഹ്റു. സുഭാഷ് ചന്ദ്രബോസിന്റെ രാഷ്ട്രീയ ഗുരു ആരായിരുന്നു? ഉത്തരം CR ദാസ്. ഇന്ത്യൻ ദേശീയ പതാകയിൽ കുങ്കുമ നിറം എന്തിനെ സൂചിപ്പിക്കുന്നു? ഉത്തരം ധൈര്യത്തെയും ത്യാഗത്തെയും. ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിൽ നിന്നും ഗാന്ധിജി രാജിവെച്ചത് ഏതു വർഷം? ഉത്തരം 1934. ചിക്കാഗോയിലെ ലോക മത സമ്മേളനത്തിൽ നടത്തിയ പ്രസംഗത്തിലൂടെ ലോകശ്രദ്ധ പിടിച്ചുപറ്റിയ ഭാരതീയനാര്? ഉത്തരം സ്വാമി വിവേകാനന്ദൻ. എനിക്ക് അവകാശപ്പെടാനുള്ള ഏക ഗുണം സത്യവും അഹിംസയുമാണ്, ഇങ്ങനെ പറഞ്ഞതാര്? ഉത്തരം ഗാന്ധിജി. മൗലാന അബ്ദുൽ കലാം ആസാദ് സ്ഥാപിച്ച പത്രമേത്? ഉത്തരം അൽ ഹിലാൽ. UNO ആദ്യമായി ദുഃഖസൂചകമായി പതാക താഴ്ത്തിക്കെട്ടിയത് എന്നായിരുന്നു? ഉത്തരം ഗാന്ധിജി അന്തരിച്ചപ്പോൾ. കേരളത്തിൽ ഉപ്പു സത്യാഗ്രഹത്തിന് നേതൃത്വം നൽകിയതാര്? ഉത്തരം K. കേളപ്പൻ. വരിക വരിക സഹചരെ ഈ പാട്ട് രചിച്ചതാര്? ഉത്തരം അംഷി നാരായണ പിള്ള. അതിർത്തി ഗാന്ധി എന്നറിയപ്പെടുന്നതാര്? ഉത്തരം ഖാൻ അബ്ദുൽ ഗാഫർ ഖാൻ.
ഭരണഘടനയുടെ ശില്പി എന്നറിയപ്പെടുന്നത് ആര്? ഉത്തരം ഡോക്ടർ BR അംബേദ്കർ. മഹാത്മാഗാന്ധി ദക്ഷിണാഫ്രിക്കയിൽ ആരംഭിച്ച പത്രമേത്? ഉത്തരം ഇന്ത്യൻ ഒപ്പീനിയൻ. മഹാത്മാഗാന്ധിയുടെ ഇന്ത്യയിലെ ആദ്യ സത്യാഗ്രഹം? ഉത്തരം ചമ്പാരൻ സത്യാഗ്രഹം. ഇന്ത്യ ഇന്ത്യക്കാർക്ക് എന്ന മുദ്രാവാക്യം ആരുടേതാണ്? ഉത്തരം സ്വാമി ദയാനന്ദ സരസ്വതി. ഇന്ത്യയുടെ ആദ്യത്തെ രാഷ്ട്രപതി ആരായിരുന്നു? ഉത്തരം രാജേന്ദ്ര പ്രസാദ്. ഇന്നത്തെ ബോണസ് ക്വസ്റ്റ്യൻ ഇതാണ്: നേതാജി എന്നറിയപ്പെടുന്ന സ്വാതന്ത്ര്യ സമര സേനാനി ആര്? നിങ്ങളുടെ ഉത്തരം കമൻ്റായി രേഖപ്പെടുത്തുക. കമൻറ്റിൻ്റെ കൂടെ നിങ്ങളുടെ പേരും അയക്കാൻ മറക്കരുത്. അടുത്ത വീഡിയോയിൽ വിജയികളുടെ പേര് പറയുന്നതായിരിക്കും. ഈ വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്പെട്ടു എന്ന് തോന്നുകയാണെങ്കിൽ തീർച്ചയായും ലൈക്കും ഷെയറും ചെയ്യുക. അതേപോലെ ചാനൽ സബ്സ്ക്രൈബും ചെയ്യാനും മറക്കരുത്. താങ്ക് യു ഫോർ വാച്ചിങ്.